അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ്. നമുക്കറിയാവുന്ന പോലെ ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ BBA എന്ന് നമ്മൾ പണ്ട് വിളിച്ചിരുന്ന ബിസിനസ് മാനേജ്മെൻറ്റ് ഡിസിപ്ലിൻ്റെ ഒരു MDC ആണ്. ഓക്കെ, സെക്കൻഡ് സെമസ്റ്ററിലെ MDC ആണ് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ. നമ്മൾ സാധാരണ ചെയ്യും പോലെ ഒന്ന് നോക്കി പോവാണ്, ഒന്ന് റിവൈസ് ചെയ്ത് പോവാണ് എന്തൊക്കെ മേജർ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്, എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്നൊക്കെ ഒന്നുള്ളത് മനസ്സിൽ വേണം. അപ്പോൾ എന്തായിരുന്നു ക്യാപിറ്റൽ മാർക്കറ്റ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കമ്പനികൾക്ക് അവരുടെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു മാർക്കറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ വീണ്ടും ഓർക്കുക, നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകുന്ന മാർക്കറ്റ് അല്ല. പകരം എന്താണ്, ആ ഒരു ടോട്ടാലിറ്റീനെ, ആ ഒരു സൗകര്യത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് മീൻ വിൽക്കുന്ന ചന്തേനെ ചന്തയെന്ന് വിളിക്കാൻ കാര്യം എന്താ? അവിടെ വിൽക്കാൻ ആഗ്രഹമുള്ളവരും വാങ്ങാൻ ആഗ്രഹമുള്ളവരും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരുന്നൊരു സ്ഥലമാണ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ ചോദിക്കാനും പറയാനും ആളുണ്ടാവും, ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടാവും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം തർക്കം നടക്കുന്ന ഇടമാണ് നമ്മുടെ വീട്ടിനടുത്ത് മീൻ വയ്ക്കുന്ന ചന്തയെന്ന് പറയുന്നത്. എന്നാൽ കൂടി അവിടെ എന്തുണ്ട്, ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമുണ്ട്, ഈസിലി ആക്സസബിളാണ്. വിൽക്കണമെന്ന് ആഗ്രഹമുള്ളവനും വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവനും വന്നെത്തിച്ചേരുന്ന സ്ഥലമാണ്. ഈ പറഞ്ഞ ഫീച്ചേഴ്സിനെയാണ് ഇവിടെ എന്തെന്ന് വിളിക്കുന്നത്, മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഈ ചന്ത പോലെ ഒരു സ്ഥലം ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റുകൾ, ഫിനാൻഷ്യൽ അസറ്റുകൾ വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവനും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവനും കണ്ടുമുട്ടുന്ന ഇടമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഉണ്ടാവും, എക്സ്ചേഞ്ചിനൊരു പ്രോപ്പർ ചാനൽ ഉണ്ടാവും, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ആ സ്ഥലത്തുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ വളരെ ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ട കാര്യമാണ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. എന്താണ് പ്രൈമറി മാർക്കറ്റ്, എന്താണ് സെക്കൻഡറി മാർക്കറ്റ്, ആരൊക്കെ തമ്മിലാണ് ഇടപാട് നടക്കുന്നത് എന്നുള്ളതാണ്. ഒരു കമ്പനി അവരുടെ ഇൻസ്ട്രുമെൻറ്റ്, വാട്ട് എവർ ഇറ്റ് മേ ബി, അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് പബ്ലിക്കിലേക്ക് നേരിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, അവരുടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് പബ്ലിക്കിലേക്ക് നേരിട്ട് കൊടുക്കുന്നു. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞത് ആ കമ്പനി വിൽക്കുന്ന ഷെയർ ആവാം, ഡിബഞ്ചർ, കടപ്പത്രങ്ങളാവാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. ഒരു കമ്പനി വിൽക്കുന്ന സാധനം പബ്ലിക്കിനെ കമ്പനി നേരിട്ടാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കറ്റിനെ, ആ ഒരു സെക്ഷൻ ഓഫ് മാർക്കറ്റിനെ പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കാം. അതേസമയം എന്ത് ചെയ്യാണ്, ഈ കമ്പനിയിൽ നിന്ന് ഒരാൾ വാങ്ങിച്ചല്ലോ, ഈ വാങ്ങിച്ച മനുഷ്യൻ എന്ത് ചെയ്യാണ്, വേറെ ആൾക്കാർക്ക് പബ്ലിക്കിൽ നിന്ന് പബ്ലിക്കിലേക്ക് കച്ചവടം നടക്കുകയാണ്. കമ്പനി വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ, അവരിടപെടാനൊന്നും പോകത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ വാങ്ങിച്ചല്ലോ, അയാൾ വാങ്ങിച്ചത് ചുമ്മാ വീട്ടിൽ കൊണ്ട് പൂജയ്ക്ക് വയ്ക്കാനല്ല, അയാൾക്ക് നല്ല വിലയ്ക്ക് കിട്ടുമ്പോൾ അയാൾ മറിച്ച് വിറ്റുന്നിരിക്കുക. അങ്ങനെ ഒരു പബ്ലിക് പ്രൈമറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് പിന്നെ കൊണ്ടുപോയി കച്ചവടം നടത്തുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് എന്ന് പറയത്തില്ലേ, സെക്കൻഡ് ഹാൻഡ് വണ്ടി എന്ന് പറയത്തില്ലേ. കമ്പനിയിൽ നിന്ന് ആ വണ്ടി ഒരാൾ വാങ്ങുമ്പോൾ അത് ഫസ്റ്റ് ഹാൻഡ് പർച്ചേസ് ആണ്. പിന്നെ അത് എത്ര കൈമാറ്റം വന്നാലും നമ്മൾ എന്താണെന്നേ പറയും, സെക്കൻഡ് ഹാൻഡ് എന്നേ പറയത്തുള്ളൂ, അല്ലേ? 3-4 കൈമാറി ഫോർത്ത് ഹാൻഡ് എന്നാലും പറയാറില്ല. ഇൻ കേസ് പറയണമെങ്കിൽ പോലും ലിറ്ററലി നമ്മൾ പറയാറില്ല. അതുപോലെയാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. കമ്പനിയിൽ നിന്ന് നേരിട്ട് സാധാരണക്കാരൻ വാങ്ങുമ്പോൾ ആ സെക്ഷനാണ് പ്രൈമറി മാർക്കറ്റ്. സാധാരണക്കാരെന്ന് ഉദ്ദേശിച്ചത് പബ്ലിക്കിൽ നിന്ന് പബ്ലിക്കിലേക്ക് കച്ചവടം നടക്കുമ്പോൾ, എക്സ്ചേഞ്ച് നടക്കുമ്പോൾ അതിനെ എന്തെന്ന് വിളിക്കാം, സെക്കൻഡറി മാർക്കറ്റ് എന്ന് വിളിക്കാം. അതാണ് രണ്ട് പാർട്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെയും വീഴ്ചയൊക്കെ അങ്ങോട്ടതായിട്ട് പറയുന്നുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് വളരെ ബ്രീഫായിട്ടൊന്ന് അറിഞ്ഞേക്കുക. എന്തൊക്കെയുണ്ട്? ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ബോണ്ടുണ്ട്, ഡിബഞ്ചർ ഉണ്ട്. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നില്ല. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വീഡിയോ നോക്കിയാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പറയുന്നുണ്ട്. മുമ്പുള്ള പല വീഡിയോസിനകത്ത് നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് നോക്കുക. ഏതെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓരോന്ന് പറയാൻ പോകണമെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ പറയുന്നത് പ്രൈമറി മാർക്കറ്റിൻ്റെ കോൺസെപ്റ്റ് എന്താണ്. കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? പബ്ലിക്കിന് നേരിട്ട് കമ്പനി കച്ചവടം നടത്തുകയാണ്. ഇതുവരെ പബ്ലിക്കിന് വാങ്ങാൻ ഷെയർ കൊടുക്കാതിരുന്നൊരു കമ്പനി ഇനി മുതൽ ഷെയർ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ
എയ്തർ എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് അവരുടെ ഷെയർ പബ്ലിഷ് ചെയ്യാൻ IPO ഇറക്കാൻ പോവാണ്. നിങ്ങളതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യട്ടെ. അങ്ങനത്തെ ന്യൂസൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 2025 ഇനി വരാൻ പോകുന്ന IPOകളാണ് ഇതൊക്കെ. അതാ LG ഇന്ന് വരെ എന്താണ്, ആരാണോ അതിൻ്റെ ഉടമസ്ഥർ അവരുടെ തന്നെ കമ്പനിയാണ്. മനസ്സിലായില്ലേ? ഇതായി കഴിയുമ്പോൾ എന്താണ്, പബ്ലിക്കിന് എന്ത് ചെയ്യാം, ഇവരുടെ ഷെയർസ് വാങ്ങിച്ചുകൊണ്ട് ഇവരിപ്പോൾ റേസ് ചെയ്യാൻ പോകുന്നത് 15,237 കോടി രൂപയാണ്. അത്ര രൂപയുടെ ആവശ്യം അവർക്കുണ്ട്. കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ നല്ലൊരു പങ്ക് പൊതുജനത്തിന് വിറ്റുകൊണ്ട് അവരെന്ത് ചെയ്യാൻ പോവാണ്, ഈ പറഞ്ഞ തുക കണ്ടെത്താൻ പോവുകയാണ്. അപ്പോൾ അവർക്കൊരു മിനിമം പ്രൈസാണ്. ഇന്ന പ്രൈസിൻ്റെ ആ കളി ഞാൻ പറയാം, നമുക്ക് പഠിക്കാനുണ്ട്, ഞാൻ പറയാം എങ്ങനെയാണ് പ്രൈസ് ഇടുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് അവരുടെ ലക്ഷ്യം. ഇതേപോലെ GAക്ക് ഒരു 40,000 കോടി രൂപ ആവശ്യമുണ്ട്, പബ്ലിക്കിൻ്റെ നിന്ന് കണ്ടെത്താൻ പോവാണ്. അതിന് ഇവരുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരു പാർട്ട്, അതിനാണ് നമ്മൾ ഈ ഇക്വിറ്റി ഷെയർ എന്ന് വിളിക്കുന്നത്. ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യാണ്, പൊതുജനത്തിന് വിട്ടുകൊടുക്കുകയാണ്. അതേപോലെ ആരൊക്കെ വരുന്നു, HDFC ബാങ്ക് വരുന്നു, ഓയോ കുറേ കാലം കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഓയോ ഒരിക്കൽ വന്നിട്ട് എന്തോ മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുന്നു, എന്തൊക്കെയോ ലീഗൽ ഇഷ്യൂസ്. ടാറ്റ ക്യാപിറ്റൽ, ബ്ലൂ സ്റ്റോൺ നമുക്ക് അറിയാമെന്നുള്ളൂ, നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് വളരെ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. സെപ്റ്റോ വരുന്നു, എയ്തർ ഞാൻ പറഞ്ഞല്ലോ, എയ്തർ വരുന്നു, ബോട്ട് വരുന്നു, ഗ്രോ വരുന്നു, NSDL, കാർദേക്കോ, NSC, ഫിസിക്സ് വാല വരുന്നു. ഫിസിക്സ് വാല വരുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ലെവൽ മാറും, സൈലത്തിൻ്റെയൊക്കെ ഇൻവെസ്റ്റർ. ഫ്ലിപ്കാർട്ട്, നേവി, ഫാം എല്ലാം നമുക്കറിയാമെന്നുള്ള ഒരുവിധം കമ്പനിയാണ്. അവസാനത്തെ ഓഫ് ബിസിനസ് ഏതാണെന്ന് എനിക്കും അറിയത്തില്ല, എല്ലാം ഒരുവിധം നമുക്കറിയാമെന്നുള്ള കമ്പനിയാണ് അല്ലേ. ഇവരൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, ഇവരൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ്. ബട്ട് ഈ പറയുന്ന പോലെ അവർക്ക് എന്തുണ്ട്, ഇത്രയും ഫണ്ടിൻ്റെ ഒരു വലിയൊരു ഫണ്ട് കിട്ടിയാൽ അവർക്ക് എന്തോ വലിയൊരു കാര്യം ചെയ്യാനുണ്ട്. അത് അവരവിടെ നിന്ന് കണ്ടെത്തുന്നു, പബ്ലിക്കിന് അവരുടെ ഉടമസ്ഥാവകാശത്തിൻ്റെ ഒരു ഭാഗം വിട്ടുകൊടുത്തുകൊണ്ട് കണ്ടെത്തുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, IPO എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരാൾ എലിജിബിലിറ്റി IPO ഇറക്കാമെന്ന് വെച്ചാൽ ചുമ്മാ ഇറക്കാൻ പറ്റത്തില്ല. ഇന്ന് തുടങ്ങിയ കമ്പനിക്ക് ആദ്യം IPO ഇറക്കാൻ പറ്റത്തില്ല. അതിനെന്ത് വേണം, ക്വാളിഫിക്കേഷൻസ് ഒക്കെ വേണം. 5 വർഷം സക്സസ്ഫുള്ളായിട്ട് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറയും. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കുക, പിന്നെ ഒരുപാട് സപ്പോർട്ടുകൾ കൊടുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്, ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ IPO എന്താണ്, FPO എന്താണ്, OFS എന്താണ്. IPO എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാം, ഇനിഷ്യൽ പബ്ലിക് ഓഫർ. പബ്ലിക്കിലേക്ക് കമ്പനി ആദ്യമായിട്ട് കൊടുക്കുന്ന ഓഫറിനാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. FPO എന്ന് പറഞ്ഞാലോ, ഒരിക്കൽ IPO നടത്തിയതിന് ശേഷം പിന്നെ ഒരിക്കൽ കൂടി കമ്പനിക്ക് തുടങ്ങി. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ടോ, ഫ്ലിപ്കാർട്ടിൻ്റെ 850 കോടി രൂപ കിട്ടിയാൽ എന്തോ ചെയ്യാനൊരു പദ്ധതി ഉണ്ട്, അത് അവർ ചെയ്തു, സക്സസ്ഫുള്ളായിട്ട് പോയി. എന്നാൽ അത് പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇനിയൊരു 250 കോടിയും കൂടെ കിട്ടിയാലേ അവർക്ക് ആവശ്യം നിറവേറ്റാൻ പറ്റൂ എന്നൊരു തോന്നലുണ്ടായാൽ അവരെന്ത് ചെയ്യും, പിന്നെയും പബ്ലിക്കിൻ്റെ മുമ്പിൽ പണം തേടി ഷെയർസ് ഇറക്കും. അപ്പോൾ കമ്പനി ഒരിക്കൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഷെയർസ് വിൽക്കാൻ വെച്ചു. ഫോർ എക്സാമ്പിൾ 100 ഷെയർസ് വിൽക്കാൻ വെച്ചെന്ന് വിചാരിച്ചു, പൈസ തികഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് അവരൊരു 50 ഷെയർസ് പിന്നെയും വിൽക്കാൻ വയ്ക്കുമെന്നോ. അങ്ങനെ രണ്ടാമത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കമ്പനി വിൽക്കാൻ വയ്ക്കുന്നതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, FPO, ഫോളോ അപ്പ് പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. ആദ്യം കമ്പനി നേരിട്ട് വെച്ചപ്പോൾ IPO, രണ്ടാമത് വെച്ചപ്പോൾ FPO. OFS എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് ഉണ്ടാകുന്നൊരു സാധനമാണ്. ഓഫ് സെയിൽ എന്ന് പറയും. പ്രത്യേകിച്ച് ഈ കമ്പനിയുടെ പ്രൊമോട്ടർമാരുണ്ട്. പ്രൊമോട്ടർ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിശ്വസിക്കുന്നു. തുടക്കം മുതലേ ഈ കമ്പനിയെ ഫോം ചെയ്ത് വരാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ പ്രൊമോട്ടർമാർ എന്ത് ചെയ്യുന്ന അറിയാമോ, അവരുടെ കയ്യിൽ IPO ആയിട്ട് ഈ ഷെയർ വിറ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടുന്ന ഷെയർസിന് അവർ എന്ത് ചെയ്യും, ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് കൂടെ തന്നെ വിൽക്കാൻ നോക്കും. അങ്ങനെ വിൽക്കാനുള്ള ഒരു സംവിധാനമാണ് OFS. സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിക്കുമ്പോൾ സെക്കൻഡറി മാർക്കറ്റ് അല്ലേ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷേ എന്ത് തന്നെയാണ്, IPO നടക്കുന്ന സെയിൽ തന്നെയാണ്. മനസ്സിലായല്ലേ? പബ്ലിക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും ഒരാൾ ഓണർഷിപ്പ് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ ഇടയിലാണെങ്കിൽ പോലും എന്താണ്, ഈ ന്യൂ ഇഷ്യൂ നടക്കുന്ന സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അതിന് OFS എന്ന് വിളിക്കും. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റാണ്, ബട്ട് സ്റ്റിൽ റെയറാണ്. അത്ര ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് 4th യൂണിറ്റിൽ കിടക്കുന്ന പ്രൈസിങ് ഓഫ് ഇഷ്യൂസ്. വളരെ വലിയൊരു ചോദ്യമാണ് അല്ലേ, എങ്ങനെ വിലയിടും ഒരു ഷെയറിന്. എപ്പോഴും പ്രൈസിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വീണ്ടും ഫ്ലിപ്കാർട്ടിൻ്റെ കാര്യം പറയുകയാണ്. 850 കോടി രൂപ അവർക്ക് വേണം.
അവരെത്ര ഷെയർ വിൽക്കാൻ പോകുന്നു? 1 കോടി ഷെയർ വിൽക്കാൻ പോകുന്നു എന്ന് വിചാരിക്കും. ഇത് ഇവർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. ആര് പറയും? സെബി പറയും. ഇവരുടെ ഇത് വെച്ചിട്ട് എത്ര വിൽക്കാം എന്നൊക്കെ സെബി പറയും. 1 കോടി ഷെയർ വിൽക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില 850 രൂപ വന്നാലേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? 850 കോടി രൂപ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവർ എന്ത് ചെയ്തു? 850 രൂപ എന്ന് പറഞ്ഞ് ഒരു ഷെയർ 850 രൂപ എന്ന് വിൽക്കാൻ പറ്റൂ. ഫ്ലിപ്കാർട്ടാണ് അത്യാവശ്യം നല്ല വിലയുള്ള കമ്പനിയാണ് അല്ലേ, അത്യാവശ്യം നല്ലൊരു പബ്ലിക് ഗുഡ് വില്ലുള്ള കമ്പനിയാണ്. ഇവരിങ്ങനെ വിൽക്കാൻ വയ്ക്കുമ്പോൾ ഒരുപാട് പേര് ഇടിച്ചു വന്ന് കയറുകയാണ്. 1.5 കോടി ആൾക്കാർ വന്നു, അല്ലെങ്കിൽ 1.5 കോടി ഷെയർസ് വാങ്ങാനുള്ള ആപ്ലിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുക. 1 കോടി ഷെയർസ് ഇവർക്ക് വിൽക്കാനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ ഇവരെന്ത് ചെയ്യേണ്ടി വരും? ഈ 850 ഷെയർസ് കൊടുക്കാൻ പറ്റുമോ? 850 രൂപയ്ക്ക് ഷെയർസ് കൊടുക്കാൻ പറ്റുമോ? പൊതുവേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു സാധനം വിൽക്കാൻ വെച്ചിട്ട് നിങ്ങൾ ഒരു 10 സാധനമേ ഉള്ളൂ, ഒരു 20 പേര് നിൽപ്പുണ്ട് എനിക്ക് സാധനം വേണം വേണമെന്ന് പറഞ്ഞു. പൊതുവേ കച്ചവടത്തിൽ ഒരു നീതി എന്താ? നിങ്ങൾ ലേലം വിളിക്കുന്നൊരു സംവിധാനത്തിലേക്ക് പോകും, അല്ലേ സംതിങ് ലൈക്ക് ഓപ്ഷനിലേക്ക് പോകും. എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ പൈസ തരുന്ന, ഏറ്റവും വലിയ വില തരാൻ പറ്റുന്ന 10 പേർക്ക് സാധനം കൊടുക്കുക. എൻ്റെ ഒരു 10 സാധനമേ ഉള്ളൂ, 20 പേർക്കും കൊടുക്കാൻ സാധനമില്ല. അതേപോലെയാണ് ഇവിടെ എന്താ? 1 കോടി ഷെയർസ് കമ്പനിക്ക് വിൽക്കാനുള്ള അനുവാദമുള്ളൂ, 1.5 കോടി ഷെയർസ് വേണമെന്ന് പറഞ്ഞ് അപേക്ഷ വന്നിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? 850 അല്ല, ഒരു നല്ല പ്രൈസ് തരാൻ പറ്റുന്ന ആർക്കാണോ അവർക്ക് കൊടുക്കാവുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകും, ഇല്ലേ? ഇതേ പരിപാടിയാണ് എന്തെന്ന് പറഞ്ഞാൽ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്ത് ചെയ്യത്തില്ല, ഒരു ഫിക്സഡ് പ്രൈസ് വയ്ക്കത്തില്ല, ഒരു കോട്ട് വയ്ക്കും. നമ്മൾ വിൽക്കാൻ പോകുന്നത് 600-നും 750-നും ഇടയ്ക്കാന്ന് പറയുന്നു. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വിൽക്കാൻ വയ്ക്കുന്ന ഷെയറിന് ഒരു 700 രൂപയാണ് വെച്ചത്. ഇപ്പോൾ ഒരു 100 ഷെയറെ വിൽക്കാനുള്ള ഒരു അനുവാദം ഉള്ളൂ എന്ന് വിചാരിക്കുക. എല്ലാവരും വന്ന് 700 രൂപ പറഞ്ഞാൽ എന്ത് ചെയ്യും? 700 പറഞ്ഞ 100 പേർക്ക് അങ്ങ് കൊടുക്കും. എന്നാൽ ഒരു 150 പേര് വന്നു, 100 ഷെയർസേ ഉള്ളൂ, 150 പേര് വന്നു പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഹയ്യസ്റ്റ് പ്രൈസ് 750 ആണല്ലോ. ഈ 150 പേര് എന്തായാലും 750 ആയിരിക്കില്ല പറഞ്ഞത്. അപ്പോൾ ഏറ്റവും ഹയ്യസ്റ്റ് പ്രൈസ് പറഞ്ഞ 100 പേർക്ക് മാത്രം കൊടുക്കും. അങ്ങനെ നമ്മൾ ബുക്ക് ബിൽഡ് ചെയ്യുന്ന, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പ്രൈസിനെ ബിൽഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആ മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണാം. ഇതാ നോക്കിയേടാ, ആദ്യം നമ്മൾ കമ്പനി എന്ത് ചെയ്യും? ഒരു അണ്ടർ റൈറ്ററിന് വയ്ക്കും. അണ്ടർ റൈറ്റർ എന്ന വാക്കിന് പലയിടത്തും പല അർത്ഥമുണ്ട്. ഇവിടുത്തെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉറപ്പ് തരുന്ന ആൾ. നിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീണ്ടും ഫ്ലിപ്കാർട്ട് തന്നെ വിചാരിക്കും. ഫ്ലിപ്കാർട്ട് ഷെയർ വിൽക്കാൻ വന്നപ്പോൾ അവരുടെ അടുത്ത് HDFC ബാങ്കുകാർ എന്ത് പറയാം? ഞാൻ നിങ്ങൾക്ക് അണ്ടർ റൈറ്ററായിട്ട് പ്രവർത്തിക്കുക, നിങ്ങളുടെ എല്ലാ ഷെയറും നമ്മൾ എന്ത് ചെയ്യാം? വിറ്റ് തരാം എന്ന് പറഞ്ഞൊരു അഷുറൻസ് കൊടുത്ത് ഒരു ഏജൻറ്റ് പോലെ HDFC ബാങ്കുകാർ കളിക്കുകയാണ്. അവരെന്ത് ചെയ്യും? എന്നിട്ട് HDFC ബാങ്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഷെയർസ് കൊടുക്കാമെന്ന എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഇവരായിരിക്കും വിൽക്കാൻ വയ്ക്കുന്നത്, ഇൻവെസ്റ്റേഴ്സ് ബിഡിങ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇൻവെസ്റ്റേഴ്സിന് എന്ത് കൊടുക്കും? ഈ പറഞ്ഞ ഒരു കോട്ട് കൊടുത്തിട്ട് ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ നമ്മൾ വരെ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ എത്ര തരാൻ ഉദ്ദേശിക്കുന്നു, ആ വില തരിക എന്ന് പറയും. എന്നിട്ടാണ് മാക്സിമം ആൾക്കാർ പറഞ്ഞ റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷെയറിനൊരു വില ഇടുന്നത്. ഒരൊറ്റ വില ഷെയർ നിശ്ചയിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ റേറ്റ് പറഞ്ഞ എല്ലാവർക്കും ഷെയർ വളരെ സുതാര്യതയോടെ വീതിച്ചെടുക്കുക. ആരാണ് തന്നതെന്നോ അല്ലെങ്കിൽ മുകേഷ് അംബാനി വന്നു എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് എല്ലാം വാരി കൊടുക്കും, അങ്ങനെയൊന്നുമില്ല. ആ പ്രൈസ് ആര് പറഞ്ഞാൽ അത് ആരായിരുന്നാലും കൊടുക്കും. അല്ലാതെ ഈ ബിഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ലേലത്തിൻ്റെ ഒരു നീതി എന്ന് പറഞ്ഞതാണല്ലോ, വരുന്നവൻ ആരാണോ വലിപ്പ ചെറുപ്പം ഒന്നും വിഷയമല്ല. നമ്മൾ നിശ്ചയിച്ച തുക എത്രയാണോ, പ്രൈസ് എത്രയാണോ, ആ പ്രൈസ് വന്ന ആരാണോ അവർക്ക് കൊടുക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഈ അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞ മനുഷ്യന് ഇടയ്ക്ക് നിൽക്കുന്ന ഏജൻറ്റ് വളരെ ക്ലിയറായിട്ട് എന്ത് ചെയ്യും? സെറ്റിൽമെൻറ്റ് വരെ നമുക്ക് ചെയ്തു തരും. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. അല്ലാതെ ഒരു ഫിക്സഡ് പ്രൈസ് ഇല്ല ഷെയർസിന്. ഷെയർസ് വിൽക്കാൻ വേണ്ടി ഇത്ര രൂപയുടെ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ പേനയിലും ബുക്കിലൊക്കെ MRP വയ്ക്കും പോലെ വച്ചല്ല എന്ത് ചെയ്യുന്നത്? ഷെയർസ് വിൽക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഷെയർസിൻ്റെ പ്രൈസ് ഇടുമ്പോൾ. അല്ലാതെ ഒരു മെത്തേഡ് അവിടെ പറയുന്നുണ്ട്, ഫിക്സഡ് പ്രൈസ് മെത്തേഡ് ഉപയോഗിക്കാറില്ല, വളരെ റെയറായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതെപ്പോഴാണെന്നറിയോ ഫിക്സഡ് പ്രൈസ് ഉപയോഗിക്കുന്നത്? ഈ വലിയ ഡിമാൻഡ് ഉണ്ടാവില്ല എന്നുള്ള വെച്ചാൽ അവർക്ക് വരുമ്പോഴേ അറിയാം നമുക്കങ്ങനെ വലിയ ഇടിയും തള്ളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാൽ പിന്നീട് ഒരു കാലത്ത് ഇത് കയറിയെന്നിരിക്കും. ഇപ്പോൾ ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ട് പോലാത്ത പല കമ്പനികളുടെ ഷെയർസ് അപ്രതീക്ഷിതമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ വലിയ ഗെയിനുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്. ചില ന്യൂസൊക്കെ വരുമ്പോൾ കയറിപ്പോകുന്നൊക്കെ അറിയാമെന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയൊരു ഉദാഹരണം പറയുന്നതാണ്. പിന്നെ നമ്മുടെ അജ്മി പുട്ടുപൊടി ഞാൻ ഉദാഹരണം പറയുന്നതാണ്. അവർ IPO ഇറങ്ങിയിട്ടില്ല. അജ്മി എന്ത് ചെയ്യാണ്? തുടങ്ങിയ സമയത്ത് അവരെന്ത് ചെയ്യണം? അവരവരുടെ IPO ഇറക്കുകയാണ്. അവർക്കറിയാം
അവരുടെ വളരെ ഫേമസ് ആണല്ലേ അജ്മിയുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. അവരുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലൂടെ അവർക്ക് വലിയൊരു പബ്ലിക് ഇത് നേടിയെടുക്കാൻ പറ്റുമെന്ന് അവർക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. പക്ഷേ ഇവർ നിലവിൽ വരുമ്പോൾ ഒരു സാധാരണ വലിയ ഇതൊന്നും ഇല്ലാത്തൊരു കമ്പനി എന്നുള്ള രീതിയാണ്. അപ്പോൾ ആ സമയത്ത് അവർ എന്ത് ചെയ്യാണ്, ഫിക്സഡ് പ്രൈസിൽ ഇവരുടെ IP ഇറക്കും. ജസ്റ്റ് ഒരു മിനിമം പബ്ലിക്കിലേക്ക് എത്താന്നുള്ളത്, അല്ലാതെ ഈ ഒരു കോട്ടിന് വേണ്ടി കാത്തിരുന്നിട്ട് ആ ഒരു ചിലവുണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവരതൊക്കെ ഒഴിവാക്കി ഒരു ഫിക്സഡ് പ്രൈസ്, വലിയ ഇടിയും തള്ളൊന്നും ഉണ്ടാവില്ലെന്ന് അവർക്കറിയാം. പക്ഷേ പിന്നീട് ഇവരുടെ മാർക്കറ്റ് കൂടും, ഇവരുടെ ഗെയിന് കൂടും എന്നൊക്കെ ഇവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, അതിലേക്കാണ് ഇവരുടെ ഫോക്കസ്. അല്ലാതെ ഈ IPO നടത്തുമ്പോൾ ഉള്ള ഒരു മാർക്കറ്റ് റഷിലല്ല. പകരം ഫ്യൂച്ചറിൽ ഇവർ ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്ന ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇവർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പോകുന്ന ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് ഫ്യൂച്ചറിൽ സെയിൽ നടന്നോളും. ഇപ്പം നമുക്ക് എന്തേ ഉള്ളൂ, വലിയ ഡിമാൻഡൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, നമുക്കറിയാമെന്നുള്ള മിനിമം ആൾക്കാരെ അത് പർച്ചേസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ വലിയ കൈവിട്ട് പോകാതെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുമെന്നൊക്കെയുള്ള കമ്പനികളുണ്ടല്ലോ, അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിക്സഡ് പ്രൈസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് വലിയ ഗുണകരമായ ഒരു കാര്യമല്ല. പക്ഷേ അവരുടെ ആവശ്യം അതായത് കൊണ്ടാണ് അവരത് ഉപയോഗിക്കുന്നത്. ഒരുവിധം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കമ്പനികളൊക്കെ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞ ബുക്ക് ബിൽഡിംഗ് മെത്തേഡാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ പഠിക്കുക, ഉറപ്പായിട്ടും ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഫങ്ഷൻസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റും ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.